നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലേ, അതായത് കണ്ണിലെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഫേസിലേക്ക് കണ്ടിന്യൂ ആയിട്ട് പഞ്ച് വരുന്ന സമയത്ത് കണ്ണടഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓപ്പോണന്റിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള റിഫ്ലെക്സിനെ അത് ബാധിക്കും. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് മൈഗ്രെയിൻ വന്ന ആളുകൾ, ഐ ഡ്രൈ ആയി പോകുന്ന ആളുകൾ, കമ്പ്യൂട്ടർ കുറേ നേരം ഉപയോഗിക്കുന്ന ആളുകൾ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എന്നിവർക്കൊക്കെ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഫൈറ്റേഴ്സിന് റിഫ്ലെക്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഐയുടെ എക്സസൈസ്, അതായത് ഐ കണ്ടീഷൻ ചെയ്യുന്ന ഐയുടെ എക്സസൈസ് ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഫിംഗർ ടിപ്പ് ഉണ്ടല്ലേ, ഈ ഒരു ഫിംഗർ ടിപ്പിൽ നമ്മുടെ ഐബോൾ ഫോക്കസ് ചെയ്യുക, ഹെഡ് അനങ്ങാൻ പാടില്ല, റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഐബോളും റൊട്ടേറ്റ് ചെയ്യും. ഒരു കാരണവശാലും ഹെഡ് അനങ്ങാൻ പാടില്ല, നമ്മുടെ ഐബോൾസ് മാത്രം റൊട്ടേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളത് ലൂപ്പ് പോലെ റൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് 1 to 10 കൗണ്ട് ചെയ്തിട്ട് വലിയൊരു ബിഗ് റൗണ്ട് ആക്കി മാറ്റും. എന്നിട്ട് അവിടുന്ന് അതേപോലെ തന്നെ റിവേഴ്സ് അടിക്കും. ഈ സെയിം ലൂപ്പ് റൗണ്ട് ചെയ്ത് 1 to 10 കൗണ്ട് ചെയ്ത് നമ്മൾ നേരെ ബാക്ക് ടു പൊസിഷൻ ആ സെയിം പോയിന്റിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് റൗണ്ട് എക്സസൈസ്. ഇനി അടുത്തത് വരുന്നത് റൈറ്റ് ടു ലെഫ്റ്റ്. ഈ ഐബോൾസ് മാത്രം മൂവ് ചെയ്യാൻ പാടുള്ളൂ, ഹെഡ് അനങ്ങാൻ പാടില്ല. റൈറ്റ് ടു ലെഫ്റ്റ്. അടുത്തത് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ. എല്ലാ മൂവ്മെന്റിലും നമ്മൾ ഈ ഫിംഗർ ടിപ്പിൽ തന്നെ ഫോക്കസ് ചെയ്യും ഐബോൾ. ഒരു കാരണവശാലും ഹെഡ് അനങ്ങാൻ പാടില്ല. അടുത്തത് വരുന്നത് സിക്സാഗ് ആയിട്ട് 1 2 3 4 5. ദെൻ അതേപോലെ തന്നെ റിവേഴ്സ് 1 2 3 4 5. ഈ 4 എക്സസൈസ് അതായത് ഭയങ്കര റിസൾട്ട് ഉള്ളതാണ്. നമ്മൾ ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് ഉള്ളതാണ്, 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ 2 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിഫ്ലെക്സ് മേക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം, ഐ ഡ്രൈ ആവുന്ന പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് ഈ ഒരു എക്സസൈസ്.